നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്ക പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് അധികാരത്തിലുണ്ട്. മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ എങ്ങനെയാണ് ഭരണം കൈകാര്യം ചെയ്യാം, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പാർലമെൻറ്റിലുള്ള സീറ്റ് വളരെ നാമമാത്രമാണ്, ആ ഭൂരിപക്ഷം ഇല്ലാത്ത സംവിധാനം എങ്ങനെയാണ് മറികടക്കുക എന്നെല്ലാമുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു. അപ്പോൾ വിരലെണ്ണാവുന്ന സീറ്റ് മാത്രമുണ്ടായിരുന്ന അവർക്കിപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ കക്ഷിയായി മാറാൻ സാധിക്കുന്ന നില വന്നു എന്നാണ് അവസാന വാർത്തകൾ കാണിക്കുന്നത്. ശരിയായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് ഭരണവും പോരാട്ടവും ചേർത്ത് മുമ്പോട്ടേക്ക് പോയാൽ ഈ സാധ്യതയാണ് ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ കാണിക്കുന്നത് എന്നതാണ് ശ്രീലങ്കൻ അനുഭവം. പാലക്കാട് തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് പ്രവർത്തനം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. LDFും UDFും തമ്മിലുള്ള മത്സരമായിരിക്കും അവിടെ നടക്കുന്നത്. ഈ യാഥാർത്ഥ്യത്തെ തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ ഇപ്രാവശ്യം വോട്ട് നേടാനാവുമെന്ന തന്ത്രമാണ്, കപടതന്ത്രമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പയറ്റാൻ ശ്രമിക്കുന്നത്. എന്നാൽ പാലക്കാട്ടെ സ്ഥിതിവിശേഷങ്ങൾ കൃത്യമായി അറിയുന്ന ജനത LDF അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ ദിവസം കഴിയും തോറുമുള്ള അനുഭവം. രാഷ്ട്രീയമായി ഇടതുപക്ഷ ശക്തികൾ ശരിയായ നിലപാട് സ്വീകരിച്ച് മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന ഈ സാഹചര്യത്തിൽ നല്ല രീതിയിൽ പാലക്കാട് മുന്നേറിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്രീധരന് ലഭിച്ച വോട്ട് BJPക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഷാഫി പറമ്പലിന് കിട്ടിയ വോട്ട് ഇപ്രാവശ്യം UDF സ്ഥാനാർത്ഥിക്കും ലഭിക്കാൻ പോകുന്നില്ല. വർഗീയ ശക്തികളുടെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടെങ്കിലും മതനിരപേക്ഷ മനസ്സുയർത്തിപ്പിടിച്ചുകൊണ്ട് ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതവർഗീയ ധ്രുവീകരണത്തെ ചെറുത്തു നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പാലക്കാട് 20-ാം തീയതി നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാനുള്ള സാധ്യത നല്ല രീതിയിൽ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. BJP 3-ാം സ്ഥാനത്തേക്ക് പോകും. LDFും UDFും തമ്മിലാണ് മത്സരം. ആ മത്സരത്തിൻ്റെ അവസാന വാക്ക് ജനങ്ങളുടേതാണ്. തീർച്ചയായും അത് LDFന് അനുകൂലമാകുമെന്ന് തന്നെയാണ്, ഡോക്ടർ P. ശ്രീധരന് അനുകൂലമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. മുനമ്പം പ്രശ്നം കേരളം യഥാർത്ഥത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ സൗഹാർദ്ദം തകർക്കാൻ, അതിൻ്റെ ഭാഗമായിട്ട് നേട്ടമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ളത് മതരാഷ്ട്രവാദികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇടപെടുന്നു എന്നുള്ളത് പകൽ വെളിച്ചം പോലെ നമ്മൾ കാണുകയാണ്. മുനമ്പം പ്രശ്നത്തിൽ പ്രകോപനപരമായ നിലപാടുകൾ നാടിൻ്റെ സാമുദായിക അന്തരീക്ഷത്തെ
തകർക്കുന്നതിന് ഇടയാക്കുമെന്നെല്ലാവർക്കും അറിയാം. ഇക്കാര്യത്തിൽ പരസ്പരം ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യം പാർട്ടി മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ അടിസ്ഥാനത്തിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.